കർത്താവിന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാം ലേഖനത്തിന്റെ 3 അധ്യായങ്ങൾ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞു. ഇന്ന് നമുക്ക് 4-ാമത്തെ അധ്യായം ആരംഭിക്കാം. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ ദൈവപ്രസാദം ലഭിക്കുന്നതിന് വേണ്ടി ഒരു നടപ്പുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ദൈവത്തിന് പ്രസാദകരമായ ഒരു നടപ്പ്, നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു നടപ്പല്ല. എപ്പോഴാണോ നമ്മുടെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടമായി തീരുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായി തീരുന്നത്, ആ രീതിയിലുള്ള നടപ്പാണ് ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുന്നതിന് കാരണമാകുന്നത്. ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനിടയ്ക്ക് രൂപപ്പെട്ടു വന്ന, വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതായിട്ടുള്ള ഒരു ഉപദേശമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാനോ ദൈവത്തെ ദുഃഖിപ്പിക്കുവാനോ ഒരു വിശ്വാസിക്ക് സാധിക്കുകയില്ല. നന്മ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ തിന്മ ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കാനായിട്ടോ മനുഷ്യന് കഴിയില്ല എന്നുള്ള ഒരു ഉപദേശം വരികയും അത് വളരെ വ്യാപകമായ നിലയിൽ യുവജനങ്ങളുടെ ഇടയിൽ വലിയ കോളിളക്കം, അതായത് അതിനനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാക്കുകയും ചെയ്തു. ഒരുപക്ഷെ ചിലർക്കൊക്കെ അതറിയാമായിരിക്കും. ദൈവം എല്ലാം മുന്നമേ കണ്ടു. നമ്മുടെ എല്ലാ പാപങ്ങൾക്കും, നാം മരിക്കുന്നതുവരെ ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ചു. അതുകൊണ്ട് ഇനി ഒരു പാപം ചെയ്ത് ദുഃഖിപ്പിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കാര്യം പ്രസക്തമല്ല എന്നുള്ളതായ അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെയാണ് അവർ കൊണ്ടുവന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, അതൊക്കെ വ്യാജമായിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്കറിയാമല്ലോ. ഇവിടെയും ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചു. പൗലോസ് അപ്പോസ്തലനെയും തന്റെ കൂട്ടാളികളെയും അവരുടെ ജീവിത മാതൃക ഈ ഒരു ലേഖനത്തിൽ കഴിഞ്ഞ 3 അധ്യായങ്ങളിൽ പല സ്ഥലങ്ങളിലും അവരെ എടുത്തു പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനും ഇങ്ങനെ ഒരു ലേഖനം എഴുതാൻ, തെസ്സലോനിക്കയിലെ വിശ്വാസികളെ സംബന്ധിച്ച് അവരോട് ഇങ്ങനെ ഒരു ലേഖനം എഴുതാൻ സാധിക്കുന്നത് എന്ന് വെച്ചാൽ, അതിന് കാരണം എന്ന് പറയുന്നത് ഈ തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ മുമ്പാകെയും അതുപോലെ അവര് എല്ലാ വിശ്വാസികളുടെയും മുമ്പാകെ അവർ നല്ല ഒരു ദൈവപ്രസാദമായിട്ടുള്ള ഒരു നടപ്പ് അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചു. അതായത് പൗലോസ് അപ്പോസ്തലന്റെയും തന്റെ കൂട്ടാളികളുടെയും അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെയും ജീവിതം കണ്ട് അവരിൽ നിന്ന് ഗ്രഹിച്ചു. ഇത് ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് 21-ാം നൂറ്റാണ്ടില് ആത്മീയ ശുശ്രൂഷ രംഗത്തുള്ളവർ അവര് പ്രസംഗിക്കുമ്പോൾ ഞങ്ങളോട് കണ്ടു, ഞങ്ങളിൽ നിന്ന് കേട്ടു, ഞങ്ങളിൽ നിങ്ങൾ കണ്ടത് എന്നുള്ളതായ വാക്കുകളൊന്നും ആർക്കും ഇന്ന് പറയുവാനായിട്ട് കഴിയുന്നില്ല. കാരണം അവരിൽ അങ്ങനെയുള്ള ജീവിത മാതൃകകളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ജീവിത മാതൃകകൾ ഇല്ലാത്ത, യാതൊരു വിശദീകരണത്തിലും ജീവിക്കാത്തതായിട്ടുള്ള ആളുകൾ മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരു മദ്യപാനത്തിനെതിരെ പ്രസംഗിക്കുന്നു എന്ന ഒരു നിലയിൽ മാത്രമാണ്. അത് കേൾക്കുന്നവർ അതിനെ പുച്ഛിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ നാം പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നാം മുമ്പാകെ മറ്റേ ദൈവ മക്കളുടെ മുമ്പാകെ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വളരെ വലിയ നിലവാരം ആവശ്യപ്പെടുന്നവരാണ്. നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ അവരിൽ കുറ്റം കാണുമ്പോൾ
അത് വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്ന നിലവാരം അവർക്കില്ല എന്നുള്ള ഒരു വാക്കാണ് അത് നേരിട്ടോ പരോക്ഷമായിട്ടോ നമ്മളിൽ നിന്നും ഉളവാകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് വലിയൊരു നിലവാരം ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും സങ്കടകരമായിട്ടുള്ള കാര്യം, മറ്റുള്ളവരിലുള്ളതായിട്ടുള്ള നിലവാരത്തിന്റെ ഒരംശം പോലും പലപ്പോഴും നമ്മളിൽ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം, തന്റെ ശുശ്രൂഷയെ, തന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, അവര് മാതൃകയായി വിശ്വാസികളുടെ മുമ്പാകെ നടന്നു എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളോട് ഗ്രഹിച്ചു. അതിനുശേഷം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ. അപ്പോൾ അവരിൽ നിന്ന് ഗ്രഹിച്ച, അവരിൽ കണ്ടതും അവരിൽ നിന്ന് കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ, അതായത് തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരു നല്ല 100% എന്നുള്ള നിലയിൽ ആണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം, അവരെന്ന് വിചാരിച്ച് അവര് ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടു എന്നുള്ളത്, 100% അനുരൂപപ്പെട്ടു എന്നുള്ള നിലയിലല്ല. അവരെ പഠിപ്പിച്ച കാര്യങ്ങളോടൊക്കെ അവർ വിശ്വസ്തത പുലർത്തി, അവര് ഉപദേശിച്ച് കേട്ടതിനനുസരിച്ച് അവർ ജീവിക്കുന്നവരാണ് എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ. അവരെ ഉപദേശിച്ചു, അവർ ഗ്രഹിച്ചു, അവരതുപോലെ നടക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പനകളെ അനുസരിച്ച്, ആത്മാവിനെ അനുസരിച്ച് നടക്കാനായിട്ടൊന്നും കഴിയില്ല, അങ്ങനെ ക്രിസ്ത്യ ജീവിതം നടത്താൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകളും അങ്ങനെയാണ് മിക്കവാറും എല്ലാ ആളുകളും പൊതുവെ പറയാറുള്ളത്. എന്നാൽ അവരുടെ വാക്കുകൾക്ക് വിഘാതമാണ് ഇവിടെ എഴുതിയിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. പൗലോസ് അപ്പോസ്തലനും കൂട്ടാളികളും അങ്ങനെ നടന്നു. അവരിൽ നിന്ന് ഗ്രഹിച്ചതായിട്ടുള്ള തെസ്സലോനിക്കയിലെ വിശ്വാസികളും വളരെ യോഗ്യമായിട്ട്, ദൈവപ്രസാദകരമായിട്ട് ജീവിച്ചു. അപ്പോൾ ഇത് സാധ്യമായ ഒരു ജീവിതമാണ്. ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതായിട്ടുള്ള ജീവിതം, അത് നമുക്ക് സാധ്യമാണ്. അസാധ്യമായിട്ടുള്ള ഒരു കാര്യം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നു എന്ന് വെച്ചാൽ അത് ദൈവത്വത്തിന് ചേരുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. എന്നാൽ ഇത് മനുഷ്യന്റെ ശക്തിയിൽ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് അത് സാധ്യമാകുവാൻ ആവശ്യമുള്ള എല്ലാ ശക്തിയും തന്റെ പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ട് ദൈവം മനുഷ്യനെ സഹായിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലും ശക്തിയിലും ജീവിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു നടപ്പ് ജീവിതത്തിൽ നടക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലും, ഒരു സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ ആ സഭയിലെ ദൈവ മക്കളുടെ ജീവിതത്തിലും അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് ഫിലിപ്പിയിലെ സഭയെക്കുറിച്ചും ഒക്കെ ഈ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതം അസാധ്യമായിട്ടുള്ളൊരു ജീവിതമാണ് എന്നുള്ളതായ പൊതുവായിട്ടുള്ള ചില കമന്റുകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഒരുപക്ഷെ നമ്മളുടെ അജ്ഞതയിൽ നാം അത് ഒരുപക്ഷെ നമ്മുടെ വായിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയൊന്നും നമ്മുടെ വായിൽ നിന്നും ഉണ്ടാകുവാനായിട്ട് പാടില്ല. അങ്ങനെ നമ്മുടെ വായിൽ നിന്നുണ്ടായാൽ അത് ദൈവത്തെ ഒരു അസത്യവാദിയാക്കുന്നതിന് തുല്യമാണ്. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അവരെ കുറിച്ച് നല്ല കാര്യങ്ങളാണ് 1-ാമത്തെ അധ്യായത്തിൽ മുതൽ എഴുതിയിരിക്കുന്നത്. അവരുടെ വിശ്വാസം, അവരുടെ സ്നേഹം, അവരുടെ പ്രത്യാശ, ഈ കാര്യങ്ങൾ എടുത്തെടുത്ത് പല പ്രാവശ്യം ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അവര് ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നടക്കുന്നവരാണെങ്കിലും വീണ്ടും അവരോട് പറയുകയാണ്, ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു സമ്പൂർണമായ ദൈവപ്രസാദത്തിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ നാം ആത്മീയ വളർച്ചയ്ക്ക് ആനുപാതികമായിട്ടാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ദൈവപ്രസാദത്തിന് ദൈവേഷ്ടം എന്ത് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ടത് ആവശ്യമാണ്. ദൈവേഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവത്തിന്റെ വഴികളിൽ നാം നടക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നമുക്ക് അത് ദൈവം വെളിപ്പെടുത്തി തരുന്നതിലൂടെയാണ് അങ്ങനെ ഒരു ജീവിതത്തിന് നമ്മെ സാധ്യമാക്കുന്നത്. അതുകൊണ്ട് ഞാൻ പൂർണ്ണനായി എന്ന് പറയുവാൻ ആർക്കും കഴിയുന്നതല്ല. എത്ര നാം ആത്മീകമായിട്ട് വളർന്നാലും നമ്മിൽ അപൂർണതകൾ ഉണ്ടായിരിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നിങ്ങൾ ഇനിയും അതിൽ വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു.
അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളുടെ സാധാരണ ഒരു ജീവിതം അത് നമ്മളുടെ ജീവിതമാണ് എങ്കിൽ, നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, നമ്മളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നാം ക്രമീകരിക്കുന്നതായിട്ടൊരു ജീവിതമാണ് എങ്കിൽ അത് ഒരിക്കലും ദൈവത്തിന് പ്രസാദമുള്ളതായ ഒരു ജീവിതമാകുവാൻ ഇടയില്ല. ദൈവത്തിന് പ്രസാദമുള്ളത് എന്ത് എന്ന് പരിശോധിച്ച് അത് ചെയ്യുന്നവരായും ഇരിപ്പിൻ എന്ന് നമ്മൾ ഇതിനു മുമ്പ് പഠിക്കുകയുണ്ടായി. ദൈവത്തിന് ഇഷ്ടം എന്ത് എന്നുള്ളത് പരിശോധിച്ച് അത് ചെയ്യുന്നവരായിട്ടും ഇരിപ്പിൻ. അപ്പോൾ നാം എന്ത് കാര്യം ചെയ്താലും അത് ദൈവത്തിന്റെ ഇഷ്ടമാണോ എന്നുള്ളതായ ഒരു പരിശോധന നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പലപ്പോഴും ആളുകൾ സ്വന്തം ഇഷ്ടം അങ്ങ് തീരുമാനിച്ചതിന് ശേഷം അത് ദൈവേഷ്ടമാണ് എന്ന് നമ്മൾ അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്. ദൈവഹിതം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നൊക്കെ. അവിടെ ദൈവത്തിന്റെ ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളതൊന്നും നാം പരിശോധിക്കാറില്ല. നമ്മളുടെ ഇഷ്ടത്തെ ദൈവത്തിന്റെ ഇഷ്ടമായി ദൈവത്തിന്മേൽ ചാർത്തി കൊടുക്കുന്നതായിട്ടുള്ള ഒരു പരിപാടിയാണ് പൊതുവെ ഇന്ന് വിശ്വാസ ലോകത്തെ ആളുകൾ ചെയ്യുന്നത്. വിശ്വാസികൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരവരുടെ താല്പര്യങ്ങൾക്കും ഇഷ്ടത്തിനും അനുസരിച്ചിട്ടുള്ളതായ ഒരു തീരുമാനമെടുക്കുകയും അതിനുശേഷം അത് ദൈവഹിതം എന്ന് പറയുകയും ചെയ്യുന്നു. അത് തികച്ചും കപടമായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടവുമായിട്ട് പലപ്പോഴും വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ദൈവത്തിന്റെ ഇഷ്ടം എന്ത് എന്ന് പരിശോധിച്ച് ആ ദൈവത്തിന്റെ പ്രസാദം ലഭിക്കത്തക്ക നിലയിലാണ് നാം ഓരോരുത്തരും ജീവിക്കേണ്ടത്. നാം നമുക്കായിട്ടല്ല ജീവിക്കേണ്ടത്, നാം ദൈവത്തിനായിട്ടാണ് ജീവിക്കേണ്ടത്. ദൈവത്തെ നമ്മുടെ സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതല്ല, മറിച്ച് ദൈവത്തിന് എന്ത് ഇഷ്ടം ഉണ്ടോ അത് ചെയ്യേണ്ടതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ നാം. പലപ്പോഴും നമ്മളുടെ ചിന്താഗതി, പൊതുവിലുള്ള എല്ലാ മതങ്ങളിലുമുള്ള ചിന്താഗതി നമ്മെയും സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മളുടെ പഴയകാല സഭാ ബന്ധത്തിൽ നാം പഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ഏറെ നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. പലപ്പോഴും ദൈവത്തെ എങ്ങനെ വളരെ വിദഗ്ധമായി നമ്മുടെ ഈ ലോക ജീവിതത്തിന് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ എല്ലാ സഭകളിലും മതങ്ങളിലും പൊതുവെ പഠിപ്പിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, അത് തികച്ചും വ്യർത്ഥമായ ഒരു കാര്യമാണ്. ദൈവത്തെ നമ്മുടെ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതല്ല, നമ്മെ ദൈവിക പരിപാടികൾക്കായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തു, ദൈവം മാറ്റിവെച്ചു, ദൈവം വിശദീകരിച്ചു, നമ്മെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഇഷ്ടത്തിന് യാതൊരു പ്രസക്തിയും ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ദൈവേഷ്ടം ചെയ്യുവാനായിട്ടുള്ള ഒരൊറ്റ ഉത്തരവാദിത്വമേ നമ്മളുടെ എല്ലാ ശ്വാസത്തിലുമുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും താല്പര്യം എന്ത് എന്നുള്ളത് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നത് വളരെ ഗൗരവമായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുന്നത്. ഒരു അഭിപ്രായമായിട്ടല്ല, പൗലോസ് അപ്പോസ്തലന്റെ ഒരു താല്പര്യം എന്നുള്ള നിലയിലല്ല. ഇതിനകത്ത് ഒരു അപേക്ഷയുമുണ്ട്, ഒരു പ്രബോധനവുമുണ്ട്. അതിന് ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള നാമം എന്ന് പറയുന്നത് കർത്താവായ യേശുവിന്റെ നാമമാണ്. അതുകൊണ്ട് ഇതേറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. കർത്താവ് ഈ ഒരു നിലയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കർത്താവ് തന്നെ പിതാവിന് ഇഷ്ടം ചെയ്തുകൊണ്ടാണ് ഈ ലോകത്തിൽ ജീവിച്ചത്. നമ്മെ ന്യായം വിധിക്കുന്ന സമയത്തും നമ്മൾ എത്രത്തോളം ആരാധിച്ചു, പ്രാർത്ഥിച്ചു എന്നുള്ളതൊന്നുമല്ല, മറിച്ച് നാം പിതാവിന്റെ ഇഷ്ടം എത്രത്തോളം ചെയ്തു എന്നുള്ളതാണ് അവിടെ വിലയിരുത്തപ്പെടുന്നത് എന്നുള്ളത് ന്യായവിധിയെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന എല്ലാ വേദഭാഗങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശരി, രണ്ടാമത്തെ വാക്യം, ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. നമ്മെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടങ്ങളിൽ ഒന്നാണ്. അതിൽ പ്രാഥമികമായിട്ടുള്ള ഒരു ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ശുദ്ധീകരണമാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്ന് പറയുവാനായിട്ടുള്ള കാരണം? അതിനൊരു കാരണമുണ്ട്.
ശുദ്ധീകരിക്കപ്പെട്ട നമ്മെ പാപത്തിൽ നിന്നും ശുദ്ധീകരിച്ച് കർത്താവിനായി വിശുദ്ധീകരിക്കപ്പെട്ട ആളുകളെ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കുവാനായിട്ടോ അല്ലെങ്കിൽ ദൈവനാമത്തിന് വേണ്ടി ഫലകരമായിട്ട് ജീവിക്കുവാനായിട്ടോ സാധിക്കുകയുള്ളൂ. ശുദ്ധീകരണം അതിന് മുന്നോടിയാണ്. നമ്മെ ദൈവത്തിന് ഉപയോഗിക്കുന്നതിനുള്ള മുന്നോടിയാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഇഷ്ടങ്ങളുടെ ആരംഭം എന്ന് പറയുന്നത് നമ്മളുടെ ശുദ്ധീകരണത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം ശുദ്ധീകരണത്തിന്റെ ഒരു മേഖലയെ കുറിച്ചാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത്. തെസ്സലോനിക്ക വിശ്വാസികളെ സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലന് പ്രത്യേകിച്ച് യാതൊരു പരാതികളുമില്ല. അവര് വിശ്വാസത്തിൽ വളരെ കഠിന ശോധനയിലൂടെ കടന്നുപോയെങ്കിലും അവർ വിശ്വാസത്തിൽ നിലനിൽക്കുകയും പ്രത്യാശയിൽ നിലനിൽക്കുകയും അന്യോന്യമുള്ള സ്നേഹത്തിൽ അവര് വർദ്ധിച്ചു വരികയും ചെയ്തതായിട്ടുള്ള ഒരു സഭയാണ്. അങ്ങനെയുള്ള ഒരു നല്ല സഭയ്ക്ക് വളരെ പ്രാധാന്യമുള്ളതായിട്ടുള്ള ഒരു നിർദ്ദേശം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുന്നത് തുടർന്നുള്ള വാക്യങ്ങളിൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സഭ വളരെ നല്ല നിലയിൽ പോകുന്നുവെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഒരു ദുഷ്ടലോകത്തിൽ നാം ജീവിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജഡം എന്ന് പറയുന്നത് നമുക്കെതിരെ പോരാട്ടം നയിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. നമ്മളിൽ ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവിനാൽ, തന്റെ ആത്മാവിനാൽ ആ ശരീരത്തിന്റെ പ്രവൃത്തികളെ, ജഡത്തിന്റെ പ്രവൃത്തികളെ നാം മരിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് എത്ര നല്ല വിശ്വാസികളാണ് എന്ന് പറഞ്ഞാലും അവർക്ക് ദൈവവചനത്തിന്റെ പ്രബോധനങ്ങൾ ആവശ്യമില്ലാതിരിക്കുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. തെസ്സലോനിക്കയിലെ വിശ്വാസികളെ സംബന്ധിച്ച് എത്ര നല്ല സാക്ഷ്യമാണ് കഴിഞ്ഞ 3 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന മേഖലയെ കുറിച്ചാണ് ഒരു മുന്നറിയിപ്പായിട്ട് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുന്നത്. ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഇവിടെ അവരുടെ ഇടയിൽ ദുർനടപ്പുണ്ടായിരുന്നു എന്നുള്ളതായ യാതൊരു സൂചനയും നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട്, ഈ ലേഖനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല. അവിടെ അധ്വാനിക്കാതെ സ്വന്തം കാര്യം നോക്കാതെ നടക്കുന്നതായിട്ട് ചില ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ദുർനടപ്പിനെ സംബന്ധിച്ചുള്ള യാതൊരു പരാമർശങ്ങളും അവരെ സംബന്ധിച്ച് നമുക്ക് ഈ ലേഖനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ എന്താണ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുക്കാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ തെസ്സലോനിക്ക എന്ന് പറയുന്നതായിട്ടുള്ള പട്ടണം ഒരു ജാതീയ പട്ടണമാണ്. ജാതീയമായ എല്ലാ സംവിധാനങ്ങളിലും മതങ്ങളിലും ദുർനടപ്പ് അവരുടെ ആരാധനയുടെ ഒരു ഭാഗം തന്നെയാണ്. നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, വളരെ വൈകൃതമായ, അതായത് അവരുടെ ദേവന്മാരെയോ ദേവിമാരെയോ ഒക്കെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി പണ്ടുകാലം മുതലേ ചില അധാർമികമായിട്ടുള്ള ഇടപാടുകളും, അതുപോലെ തന്നെ സ്ത്രീകൾ നഗ്നരായി നടന്നുകൊണ്ട് ദേവിയെ പ്രസാദിപ്പിക്കുക, അതുപോലെ അമ്പലങ്ങളോടൊക്കെ ചേർന്ന് വ്യഭിചാരവും അത് ദേവിമാരെ പ്രസാദിപ്പിക്കുന്നതിനും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം. അതിലൊക്കെ കുറേയേറെ വ്യത്യാസങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ അത് അങ്ങനെ തീർത്തും മാറിയിട്ടില്ല എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ജാതീയമായിട്ടുള്ള മതവിശ്വാസങ്ങളിൽ ഈ ലൈംഗിക വൈകൃതങ്ങൾ അല്ലെങ്കിൽ അധാർമികത അതിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മുടെ നാട്ടിലും വടക്കേ ഇന്ത്യയിലേക്കൊക്കെ പോയാലും അങ്ങനെ തന്നെ ധാരാളമുണ്ട്. അതുപോലെ തന്നെ ആ നാട്ടിലും അതായത് തെസ്സലോനിക്ക മുതലായ അഖായ, മക്കദോന്യ പ്രദേശങ്ങളിലുള്ള ജാതീയ സംസ്കാരങ്ങളിലും മതങ്ങളിലും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അവർക്ക് അങ്ങനെ ഒരു അധാർമിക ജീവിതം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു പ്രശ്നമുള്ള ഒരു കാര്യമായിരുന്നില്ല. അവര് അതൊരു പാപമായിട്ടോ തെറ്റായിട്ടോ ഒന്നും അവര് അതിനെ കണക്കാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക് ഇത് എഴുതുന്നത്. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. അപ്പോൾ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല.
അപ്പോൾ അങ്ങനെ ഒരു അധാർമിക ജീവിതം നയിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അവരുടെ ആരാധന രീതികളോടോ അല്ലെങ്കിൽ ആരാധനയിലോ ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനോട് ചേർന്ന് പോകുന്ന രീതിയിൽ അവരിത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് വചനം പറയുന്നത് അവര് ദൈവത്തെ അറിയാത്ത ജാതികളാണ്. ദൈവത്തെ അറിയാത്ത ജാതികളുടെ ജീവിതമാണ് ഇങ്ങനെയുള്ള അധാർമിക ജീവിതം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ജീവിതമല്ല നിങ്ങൾക്ക് വേണ്ടത്. വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. അപ്പോൾ ഇവിടെ താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ എന്നുള്ളൊരു വാക്കുണ്ട്. എന്താണ് ഈ താന്താന്റെ പാത്രം എന്ന് പറഞ്ഞാൽ? ഇതിനെക്കുറിച്ച് അതിന്റെ മൂലഭാഷയിൽ ഗ്രീക്കിൽ ആ വാക്കെടുത്ത് നോക്കിയാൽ പാത്രം എന്ന് തന്നെയാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അത് ഒരു ആലങ്കാരിക പ്രയോഗമാണ് എന്ന് നമുക്കറിയാമല്ലോ. താന്താന്റെ പാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള, അടുക്കളയിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു പാത്രത്തെ കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ട് വ്യാഖ്യാനങ്ങളാണ് ഇത് സംബന്ധിച്ച് പൊതുവെ ഭക്തരായിട്ടുള്ള ആളുകളുടെ ഇടയിലുള്ളത്. ഒന്ന്, താന്താന്റെ പാത്രം എന്ന് പറയുന്നത് താന്താന്റെ ശരീരം, അവരവരുടേതായ ശരീരത്തെ സൂക്ഷിക്കട്ടെ എന്നുള്ള നിലയിലാണ്. അതായത് അങ്ങനെ ലൈംഗികമായിട്ടുള്ള പാപങ്ങളിലും അധാർമിക ജീവിതത്തിലും ഒക്കെ പോകുന്നവർ അവരുടെ തന്നെ ശരീരത്തിനെതിരെ ആണ് അവര് പ്രവർത്തിക്കുന്നത്. അത് അവരുടെ ശരീരത്തിന് അപമാനം വരുത്തുന്നു. അവരുടെ ശരീരത്തിന് വിശുദ്ധീകരണത്തിന് പകരം അത് അശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള അധാർമികമായ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കുക എന്ന് പറയുന്നത് അവരവരുടെ ശരീരത്തെ വിശുദ്ധീകരിക്കുക, മാനിക്കുക, അവരവരുടെ ശരീരത്തെ സൂക്ഷിക്കുക എന്നുള്ള നിലയിൽ ആണ് അതിനെ പല ഭക്തന്മാരായിട്ടുള്ള ആളുകളും അതിനെ വ്യാഖ്യാനിക്കുന്നത്. അത് ശരിയുമാണ്. ദൈവജനത്തിന്റെ മറ്റ് എല്ലാ ഉപദേശങ്ങളുമായിട്ടും ചേർന്ന് പോകുന്നതാണ്, ഒന്നിനും അതെതിരല്ല. അതുകൊണ്ട് അങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചാലും അതിൽ ഒരു അപാകതയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ സംബന്ധിച്ചതായ വ്യാഖ്യാനം എന്ന് പറയുന്നത് താന്താന്റെ പാത്രത്തെ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് താന്താന്റെ ഭാര്യയെ എന്നുള്ള നിലയിലാണ്. നമുക്ക് പത്രോസ് എഴുതിയ ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, സ്ത്രീ ബലഹീന പാത്രം എന്ന് വെച്ച്. അപ്പോൾ അവിടെ സ്ത്രീയെ ഒരു പാത്രം എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഓരോരുത്തരും വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ വിവാഹ ബന്ധത്തിനപ്പുറമുള്ളതായിട്ടുള്ള ഒരു ബന്ധത്തിലേക്കും പോകുവാനായിട്ട് കഴിയില്ല, പാടില്ല. മറിച്ച് സ്വന്തം ഭർത്താവിൽ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയിലാണ് മനുഷ്യന്റെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്, ധാർമ്മിക ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിലും അതിനെ വ്യാഖ്യാനിക്കുന്നവരായിട്ടുണ്ട്. എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇത് രണ്ടും അതിനകത്ത് ദൈവവചനത്തിന്റെ പ്രമാണങ്ങളോട് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ദൈവാത്മാവ് ഇത് രണ്ടും അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ്. 6-ാമത്തെ വാക്യത്തിൽ ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഞാൻ അങ്ങനെ ഇത് രണ്ടും ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് ബലമായി അതിനുശേഷമുള്ള വാക്യങ്ങളും നമുക്ക് അതിനോട് ചേർന്ന് പോകുന്നതാണ്. 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന ഇക്കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഇവിടെ സഹോദരനെ ചതിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരന്റെ ഭാര്യയെ അങ്ങനെ സ്വാധീനിക്കുക, അങ്ങനെയുള്ള പരസ്ത്രീ ബന്ധത്തെക്കുറിച്ചാണ് അവിടെ ഉപയോഗിക്കുന്നത്, അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുമല്ലോ. ആരും ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. അതായത് സഹോദരന്റെ ഭാര്യയുമായിട്ടുള്ള അധാർമികമായിട്ടുള്ള ബന്ധത്തിലൂടെ സഹോദരനെ ചതിക്കുവാനായിട്ട് പാടില്ല എന്ന് പറയുമ്പോൾ താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ എന്ന് പറയുന്നത് താന്താന്റെ ഭാര്യ ആയിരിക്കണം തന്റെ ജീവിതത്തിൽ എന്നുള്ള നിലയിലാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. ഒരു ജാതീയ സംസ്കാരത്തിൽ യാതൊരു വക നിലവാരവുമില്ലാതെ വഷളന്മാരായി ജീവിക്കുന്നതായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച്, അന്യോന്യം ജീവിക്കുന്നതായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നാം അവർക്കതൊരു പ്രശ്നമേ അല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവജനത്തിന്റെ പ്രമാണങ്ങൾ എന്ന് പറയുന്നത് വളരെ കണിശമാണ്. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല, അതിനകത്ത് വെള്ളം ചേർക്കുവാനായിട്ട് പാടില്ല. അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിലൂടെ മാത്രവുമല്ല അവരുടെ കൂടെ ഉണ്ടായിരുന്നതായിട്ടുള്ള സമയത്തും അവരോട് ഈ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്.
ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. അപ്പോൾ ദൈവത്തിന്റെ ഭാഗത്തു നിന്നും ഒരു വലിയ പ്രതികാരം ഉളവാക്കുന്നതായ കാര്യമാണ് ഇങ്ങനെയുള്ള വിവാഹ ബന്ധത്തിന് അപ്പുറമുള്ളതായിട്ടുള്ള എല്ലാ ജീവിത അധാർമിക ജീവിതവും അത് ദൈവത്തിന്റെ പ്രതികാരം വരുന്നതിന് കാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നും ഒക്കെ നാം ലേഖനങ്ങളിൽ വായിക്കുമ്പോൾ അതിലെല്ലായിടത്തും പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ലൈംഗിക ഭാവങ്ങൾ, അശുദ്ധി, ദുർനടപ്പ് മുതലായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ വേദഭാഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. അപ്പോൾ ഈ പ്രതികാരം എന്ന് പറയുന്നതായിട്ടുള്ള വാക്ക് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വാക്കാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രതികാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ദൈവമക്കളോടാണ് പറയുന്നത്. ദൈവമക്കളോട് ദൈവം പ്രതികാരം ചെയ്യുമെന്ന് പറയുമ്പോൾ ദൈവം നിങ്ങളോട് മാനസാന്തരപ്പെട്ടാൽ ക്ഷമിക്കും, നിങ്ങൾ അഥവാ അങ്ങനെയൊക്കെ ജീവിച്ചു പോയാൽ മാനസാന്തരപ്പെട്ടാൽ ക്ഷമിക്കും എന്നല്ല യഥാർത്ഥത്തിൽ ഒരു കൃപയോടുകൂടിയ വാക്കുകളായിട്ട് വരുന്നുവെങ്കിൽ പറയേണ്ടത് എന്നിങ്ങനെ ഞാൻ ചിന്തിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ബന്ധത്തിൽ അകപ്പെട്ടു പോയാൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കും, നിങ്ങൾ മാനസാന്തരപ്പെടണം എന്നുള്ള നിലയിലൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. വളരെ ഗൗരവമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇതേ ഗൗരവത്തോടു കൂടി പൗലോസ് അപ്പോസ്തലൻ അവരുടെ കൂടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും അവരോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ. ആ പ്രതികാരം, ദൈവം പ്രതികാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതൊരു നിസ്സാര കാര്യമായിട്ട് നമുക്ക് എടുക്കുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഇന്ന് പ്രിയമുള്ളവരെ, അനേക ക്രിസ്തീയ സഭകളിലും ഇന്ന് വിശ്വാസികൾ തമ്മിലും അതുപോലെ തന്നെ ശുശ്രൂഷകന്മാർ എന്ന് പേരെടുത്തതായിട്ടുള്ള ആളുകളും ഈ വിധമുള്ള അനേക ജീവിത ദുർനടപ്പിന് വിധേയപ്പെട്ടു പോയിരുന്നതിനെ കുറിച്ച് അതിന്ന് വളരെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വളരെ പരസ്യമായ ഒരു കാര്യമായിട്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇത്തരം കാര്യങ്ങൾ പരസ്യപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെ ചില യൂട്യൂബ് ചാനലുകൾ ഉള്ളതായിട്ട് നമുക്കറിയാം. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ ഒരു 10 വർഷത്തിന് 10, 15, 20 വർഷത്തിന് മുമ്പ് ഇതൊക്കെ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ആ ഒരു പ്രത്യേക ദേശത്ത് അല്ലെങ്കിൽ അയൽപക്കത്ത് മാത്രം അറിയപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് അങ്ങനെയുള്ളതായ കാര്യങ്ങൾ സംഭവിച്ചാൽ അത് ഉടനെ തന്നെ ലോകം മുഴുവൻ അറിയുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. അത് അറിയിക്കാൻ വേണ്ടി തന്നെ ഉള്ളതായ ദൈവം പിശാച് ക്രമീകരിക്കുന്നതായിട്ടുള്ള ചില സംവിധാനങ്ങളും ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നാം ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക വിശ്വാസികളോട് പറഞ്ഞ അതേ കാര്യം ഇന്ന് നാമും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഏതൊരു പാപവും ഞാൻ ഒരു പാപത്തിലും വീണു പോവുകയില്ല എന്ന് ആർക്കും പറയുവാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞിരുന്നതായ ദാവീദ് പോലും താൻ അങ്ങനെയുള്ള പാപങ്ങളിൽ വീണുപോയി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവിടെ ദൈവം പ്രതികാരം ചെയ്യുന്ന ദൈവമാണ്. വിശ്വാസികളോട്, തൻ്റെ മക്കളോട്, തന്നെ രക്ഷിതാവായി സ്വീകരിച്ച, തന്നോട് പ്രാർത്ഥിക്കുന്ന, തന്നെ സ്തുതിക്കുന്ന തൻ്റെ മക്കളോട് തന്നെ ദൈവം പ്രതികാരം ചെയ്യും എന്നുള്ളതായ കാര്യവും നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. കാരണം എന്താ? ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിന് അത്രയും വിളിച്ചത്. ദൈവം വിളിച്ചത് അശുദ്ധിയിൽ ജീവിക്കുവാനായിട്ടല്ല. അശുദ്ധിയിൽ ജീവിച്ചാൽ അത് ദൈവത്തിന്റെ പ്രതികാരം വരുന്നതിന് കാരണമാകും. വിശുദ്ധീകരണത്തിനാണ് വിളിച്ചത്. അതുകൊണ്ട് വിശുദ്ധീകരണം ആണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായിരിക്കേണ്ടത്. നാം അങ്ങനെയുള്ള ധാർമ്മിക ജീവിതത്തിലേക്ക് പോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നാം ദൈവത്തെ മറന്ന്, ദൈവിക വഴികളെ മറന്ന്, ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ട് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ജീവിത വഴികളിലേക്ക് അല്ലെങ്കിൽ ദുർനടപ്പിലേക്ക് പോകുന്നത് എന്ന് നമുക്കറിയാമല്ലോ. വിശുദ്ധീകരണത്തിനാണ് വിളിച്ചത്. 8-ാമത്തെ വാക്യത്തിൽ, ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് ദൈവത്തിന്റെ പ്രതികാരത്തിന് കാര്യമായിട്ടുള്ള കാരണമായി പറഞ്ഞിരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ, നിങ്ങൾ തുച്ഛീകരിക്കുന്നത് മനുഷ്യനെ അല്ല. ഈ തുച്ഛീകരിക്കുക എന്ന് പറയുന്നത്
സഹോദരനെ ചതിക്കുന്നതിനെ കുറിച്ചാണ്. സഹോദരനെ ചതിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള അധാർമിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് മറ്റൊരാളെ ചതിക്കുന്നു, മറ്റൊരാളുടെ അവകാശത്തെ അതിക്രമിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അത് മനുഷ്യനെ തുച്ഛീകരിക്കുന്നു, മനുഷ്യനോട് പാപം ചെയ്യുന്നു, മനുഷ്യർ തമ്മിൽ പാപം ചെയ്യുന്നു എന്നുള്ള നിലയിൽ മാത്രമല്ല അത് ഇരിക്കുന്നത്. മറിച്ച് തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. ദൈവത്തെ തുച്ഛീകരിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള പാപം ആണ്. അപ്പോൾ ദൈവത്തെ തുച്ഛീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യനെ തുച്ഛീകരിക്കുന്നു, മനുഷ്യനെ തുച്ഛീകരിക്കുന്നതിലൂടെ ദൈവത്തെ തുച്ഛീകരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മെ വീണ്ടെടുത്ത, നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം, വലിയവനായിട്ടുള്ള ദൈവം, സർവ സൃഷ്ടികളുടെയും ഉടയവനായവൻ, സർവശക്തിയും സർവജ്ഞാനവും ഉള്ളവനായ സർവവ്യാപിയുമായിട്ടുള്ള നമ്മുടെ ദൈവം, ആ ദൈവത്തെ തുച്ഛീകരിക്കുന്ന ഒരവസ്ഥ സഹോദരനിലൂടെ അല്ലെങ്കിൽ സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ അല്ല എങ്കിൽ ഒരുപക്ഷെ അതിന് പുറമേ ഉള്ളതായിട്ടുള്ള ആളുകളെ തുച്ഛീകരിക്കുന്നതിലൂടെ ദൈവത്തെ തുച്ഛീകരിക്കുന്നതായിട്ടുള്ള അവസ്ഥ, അത് ദൈവികമായ ഒരു വലിയ ഇടപെടൽ, പ്രതികാരം എന്നുള്ള നിലയിൽ നമ്മുടെ മേൽ വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറെ ശ്രദ്ധിക്കണമെന്ന് ഒരു നല്ല സഭയോട് വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രത്യാശയിലും എല്ലാ കഷ്ടങ്ങളിലും ലൂടെ കടന്നു പോകുന്ന അവസ്ഥയിലും നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു സമൂഹത്തോട്, ദൈവമക്കളോട് പൗലോസ് അപ്പോസ്തലൻ ഒരു മുന്നറിയിപ്പായിട്ട് ഇവിടെ പറയുകയാണ്. അതുകൊണ്ട് ദുർനടപ്പ് എന്ന് പറയുന്നതായിട്ടുള്ള പാപത്തിൽ നിന്നും നാം, അങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് പോലും നാം എപ്പോഴും വിട്ടുനിൽക്കേണ്ടത് ആവശ്യമാണ്. അതിനുള്ള ക്രമീകരണം കുടുംബമായിട്ട് അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണ് ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. ആ ബന്ധത്തിനുള്ളിൽ അത് നിലനിർത്തേണ്ടത് ആവശ്യമാണ്. സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. വചന പഠനം നമ്മളുടെ ജീവിത വിശുദ്ധീകരണത്തിന്, ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. നാം ശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് അതിനുശേഷം നാം ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.